എന്റെ ബഹുമാനപ്പെട്ട സന്യാസിനും ശിവാസിനും ശരണ്യസിനും ഇന്നത്തെ ഈ ദിവസത്തെ ബാക്കിയുള്ള സമയങ്ങളും ശുഭമായി നന്നായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങും. എന്റെ കൂട്ടുകാർക്ക് നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടത്താൻ പോകുന്നത് ഒരു സ്പീച്ച് ആണ്. ആ സ്പീച്ചിന്റെ വിഷയം എന്നത് ഓൺലൈൻ ഗെയിമും അതിന്റെ ഭാഷാഫലം. ഓൺലൈൻ ഗെയിം ഉണ്ടാകും. നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ കൂടുതൽ കുട്ടികളാണ് ഇത് കളിക്കുന്നത്. കാരണം എന്ന് പറയാൻ ഈ കുട്ടികൾ വെറുതെ ഇരിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കാൻ ആരുമില്ലാത്തപ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒന്നുമില്ലാത്തപ്പോൾ അവർ അതിൽ വീട് പോകുന്നു. ഒരു കെണിയെ പോലെ. അതേപോലെ നമ്മൾ കൂടുതൽ ആലോചിക്കുകയാണെങ്കിൽ ഈ ഓൺലൈൻ ഗെയിം കളിക്കുക എന്ന് മാത്രമാണ്. ഇത് വേറെ എന്തെങ്കിലും ഫലം ഉണ്ടാക്കും. നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് വളരെ മൃദുലവും വളരെ സെൻസിറ്റീവുമായ ഒരു നമുക്ക് വളരെ ഉപയോഗപ്പെട്ട ഉപയോഗ വസ്തുവാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തോട് തന്നെ ഏറ്റവും ഉപകാരപ്പെട്ട നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ഒരു നല്ലൊരു സൃഷ്ടിയുടെ ഒരു ഭാഗമാണ് കണ്ണ്. ഈ കണ്ണിലൂടെ നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനും അതെല്ലാം കണ്ടറിയാനും മനസ്സിലാക്കാനും സാധിക്കും. പക്ഷേ ഈ ഫോണിന്റെ ഉപയോഗം, ഈ ഓൺലൈൻ ഗെയിം നമ്മൾ ഒരു തവണ കളിച്ചു തുടങ്ങിയാൽ അത് പിന്നെ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അത് പല മണിക്കൂറായി മാറുന്നു, പല ദിവസങ്ങളായി മാറുന്നു, പല വർഷങ്ങളായി മാറുന്നു. ഇത് നമ്മളെ ഒരു കെണി പോലെ അതിലേക്ക് വീഴുന്നു. പിന്നെ അതിൽ നിന്ന് നമുക്ക് തിരിച്ചു കയറാനാവാതെ എപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും അത് നമുക്ക് വീണ്ടും ഒരു ഉത്തേജനം നൽകുന്നു. അത് നമുക്ക് കളിക്കാൻ പോകുന്നു. പിന്നെ കളിച്ചു തുടങ്ങിയാൽ തന്നെ അതിൽ നമുക്ക് തിരിച്ചു കയറാനാവാതെ ഇരിക്കും. പക്ഷേ ഈ ഓൺലൈൻ ഗെയിമിന്റെ നല്ല വശങ്ങളും ഉണ്ടാകാം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കുടുംബാംഗങ്ങളുമായി ഒത്തിരുന്ന് കളിക്കാനോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായി ഇരുന്ന് സന്തോഷം പങ്കിടാനോ ഉള്ള അവസരങ്ങളുമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ഇങ്ങനെ കെണിപ്പെട്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് എല്ലാം സഹായിക്കാൻ കഴിയും. അതിനുള്ള കുറച്ച് വഴികളാണ്. നമ്മുടെ വിനോദങ്ങൾ എന്ന് പറഞ്ഞാൽ യാത്രകളും കൂട്ടുകാരുമായി കളിക്കുന്നതും നമ്മൾ പുറത്ത് കളിക്കുന്ന ഓരോ കളികളും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി പുറത്ത് പിക്നിക്ക് നമ്മൾ ഉച്ചഭക്ഷണം പുറത്തുനിന്ന് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. കൂടാതെ തന്നെ നമ്മുടെ ഈ കുടുംബാംഗങ്ങളും കൂട്ടുകാരുമായുള്ള സംസാരം പ്രവർത്തിക്കുമ്പോൾ അവരോട് എപ്പോഴും നമ്മുടെ മനുഷ്യന്മാരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഒരു കൂട്ടുകാരനോട് സംസാരിക്കുകയാണെങ്കിൽ ആ കൂട്ടുകാരൻ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും. ആ കൂട്ടുകാരൻ നമ്മളോട് തിരിച്ചും റെസ്പോൺസ് ചെയ്യുകയാണ്. ആ കൂട്ടുകാരൻ നമ്മളോട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിന്റെ തുടക്കത്തിലോ രാവിലെയോ ഉച്ചയ്ക്കോ നമ്മുടെ കുടുംബാംഗങ്ങളുമായ സുഹൃത്തുക്കളുമായ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അവരോട് സംസാരിക്കുന്നതും അവരുടെ ഉള്ളു തുറക്കുന്നതും അവരുടെ സന്തോഷം കൊണ്ടിരുന്നതൊക്കെ നമുക്ക് നല്ല സഹായം. ഈ ഓൺലൈൻ ഗെയിമിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനും ഈ നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ മനോഹരമായ ഈ ഭൂമി ആസ്വദിക്കാനും കാഴ്ചകളും എല്ലാം ആസ്വദിക്കാനുള്ള അവസരമായി ഒരുക്കി തരുന്നു. ഇനിയും കൂടുതൽ വാക്കുകൾ ഞാൻ നീട്ടുന്നില്ല. എല്ലാവർക്കും നന്ദി.